ബാങ്ക് വിളി കേട്ടിട്ടും പരിഗണനീയമായ കാരണം കൂടാതെ പള്ളിയിൽ വരാതെ നിസ്കരിക്കുന്നവന് നിസ്കാരമില്ല. നല്ലോണം ശ്രദ്ധിക്കണം. ഈ വാക്ക് മക്കളെ പ്രത്യേകിച്ച് നിങ്ങള് നല്ലോണം ശ്രദ്ധിക്കണം. ഉദറില്ല, ഉദറെന്നറിയില്ല നമ്മളെന്താ പറയാൻ പറ്റുന്നൊരു കാരണമല്ല. അതെന്താ ഞാൻ പറഞ്ഞുതരാം. പരിഗണനീയമായ അള്ളാന്റെ അടുത്ത് പറയാൻ പറ്റിയൊരു കാരണം ഒരു ഉദർ അവർക്കില്ല. അങ്ങനെ ഇല്ലാത്ത ഒരാൾ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാൽ അവര് നിസ്കാരമില്ല എന്നാണ് ഈ ആയത്തിനെ വിവരിക്കുന്ന, ഈ ഹദീത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ ഇമാമാണ്. അദ്ദേഹം പറയുന്ന വാക്കെന്താ വെച്ചാല് നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല എന്നല്ല, പിന്നെയോ ആ നിസ്കാരം അപൂർണമാണ് എന്നാണ്. മാത്രമല്ല ചർച്ച ചെയ്യുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുത്തൽ ഇസ്മാണ്, പാപമാണ്, കുറ്റകരമാണ്. അതിനവൻ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരുന്നതാണ്. എന്നാൽ എന്താ ഉദർ? ഉദർ എന്താന്ന് ചർച്ച ചെയ്യുന്നതിൽ അബൂദാവൂദ്, ഇമാം അബൂദാവൂദ് പ്രമുഖ ഹദീസ് പണ്ഡിതൻ, അദ്ദേഹം അടക്കം പലരും ഉദർ എന്താന്ന് പറയുന്നുണ്ട്, രോഗം, ഭയം, മറവി. ഇത് കാരണത്താൽ, അതിൽ മറവി ഒഴിവാക്കിയിട്ടുണ്ട് ചിലരൊക്കെ, രോഗത്താലും ഭയത്താലും എന്നാണ്. പള്ളിയിൽ വന്നോളണം, പള്ളിയിൽ എത്തിക്കൊള്ളണം, ജമാഅത്തായി നിസ്കരിച്ചു കൊള്ളണം. അതല്ലേ പ്രിയമുള്ളവരെ അന്ധനായ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സന്ദർഭമല്ലേ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു കണ്ണ് കാണാത്ത ഒരാൾ വന്നു. ഇന്നഹു ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇല സ്വലാത്തി ഫസഅലഹു അൻ യുറഖിസ ലഹു അൻ യുസല്ലി ഫീ ബൈതിഹി ഫഅദിന ലഹു ഫലമ്മാ വല്ല ദആ. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടില്ലേ, കണ്ണു കാണാത്ത ആളാണ്. അതിനാൽ അങ്ങെനിക്ക് വീട്ടിൽ വെച്ച് നിസ്കാരം നിർവഹിക്കാൻ ഇളവ് അനുവദിക്കുമോ, ഇളവ് തരുമോ എന്നാണ്. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു പോകാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നബി ചോദിച്ചു, ഖാല ലഹു അതസ്മഉ നിദാഅ ബിസ്സലാ, അതസ്മഉ നിദാഅ ബിസ്സലാ, നീ നിസ്കാരത്തിലേക്കുള്ള വിളി, ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഖാല നഅം, അതെ. കണ്ണ് കാണാത്ത ആള് പറയാൻ, കണ്ണ് കാണുന്നവരെ, കണ്ണ് കാണാത്ത ആള് പറയാൻ, അതെ. കണ്ണ് കാണുന്നവരെ, കണ്ണ് കാണാത്ത ആളോട് റസൂല് പറയണം എന്തറിയോ? ഖാല ഫഅജിബ്, എങ്കിൽ നീ അതിനുത്തരം ചെയ്യണമെന്നാണ്. ഇമാം നസായി 850 നമ്പർ എഴുതിയിരിക്കുന്ന ഹദീസാണ്. അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ചയെ കുറവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമുക്കൊക്കെ പലപ്പോഴും അകക്കണ്ണിന് തന്നെ കാഴ്ച നഷ്ടപ്പെട്ടവരാണ്. നഊദുബില്ലാ. രണ്ട് കണ്ണിന് ഒരു കുഴപ്പവും ഇല്ലാതിരുന്നിട്ടും അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നിസ്കരിക്കാൻ വരാത്തവരെ കുറിച്ച് പ്രിയമുള്ളവർ എന്ത് പറയാൻ? ഈ മഹാനായ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന ഈ കണ്ണ് കാണാത്ത ഈ സ്വഹാബിയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ, വ്യത്യസ്ത ഹദീസുകൾ, അത് ജംഅ ചെയ്യുമ്പോൾ, ക്രോഡീകരിക്കുമ്പോൾ, ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തത്, അദ്ദേഹം സ്വഹാബിയാണ്. രണ്ടാമത്തത്, അദ്ദേഹം കണ്ണ് കാണാത്ത ആളാണ്. മൂന്നാമത്തത്, അദ്ദേഹത്തിന് ഒരു വഴികാട്ടിയില്ല. നാലാമത്തത്, വീട് മസ്ജിദിൽ നിന്ന് അല്പം ദൂരെയാണ്. അഞ്ചാമത്തത്, വഴി ദുർഘടം പിടിച്ചതാണ്. വേറെ റിവായത്തിൽ കാണാം, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമാണ്, അവ ആക്രമിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു. ആറാമത്തെ കാര്യം, അദ്ദേഹം വൃദ്ധനാണ്. യാ അല്ലാഹ്, ഇത്രയും ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും, ഏത് നിലക്കും ഉദറിന് അവകാശിയായിരുന്നിട്ടും നബി അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം തരുമോ? പ്രിയപ്പെട്ടവരെ, ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നാണ്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ വരണം, എന്നാൽ വരണം. ഇത് പറയുന്നത് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീനായ, കാരുണ്യവാനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഉറങ്ങണ്ടെങ്കിൽ വല്ലാത്തൊരു സ്ഥിതി വിശേഷം തന്നെയാണ്.